Hit record, let it roll. Every frame a little soul. Hey, yeah. This is our story. This is our world. Every mile, every smile that we share unfolds. From the views to the bites and the late night talks. This is us, this is love, this is V&V Blogs. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്ന വെയിൽസ് ട്രിപ്പിലാണ്. വെയിൽസിലെ ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് സ്റ്റോൺ മൗണ്ടൻ റെയിൽവേയിലാണ്. ഇവിടുത്തെ ട്രെയിൻസ് ഒക്കെ റണ്ണ് ചെയ്യുന്നത് ഡീസലിലും സ്റ്റീം എഞ്ചിനുമാണ്. നമ്മളിവിടെ ട്രെയിൻ എടുക്കുന്നത് ക്ലാൻബാറിസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം നമ്മളെ ഒരു തിയേറ്ററിൽ കയറ്റുകയും ആ ട്രെയിൻ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ ട്രെയിൻസിൻ്റെയും ഹിസ്റ്ററിയും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ അഡൾട്ട്സിന് 45 പൗണ്ട്സ് ആണ് ടിക്കറ്റ് ഫീ, കിഡ്സിന് 38 പ്ലസ് ഒരു 4 പൗണ്ട് നമുക്ക് ബുക്കിംഗ് ചാർജ് ആകും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ അവിടെ പോകുമ്പോൾ നേരത്തെ പോകണം. ലേറ്റ് ആയിട്ട് നമുക്ക് ട്രെയിൻ കിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അവിടെ പാർക്കിംഗ് ഇഷ്യൂസ് കാരണം വിഷ്ണുവിനൊക്കെ ഇച്ചിരി ലേറ്റ് ആകും. അവർക്ക് ഞങ്ങളുടെ ഒപ്പം ആ ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. അവർ ട്രെയിൻ കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു, ടിക്കറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മാനേജറിനോടൊക്കെ സംസാരിച്ചു. കാരണം അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. കാരണം അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാനൊന്നും പാർക്കിങ്ങിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ സംസാരിച്ച് അവർ സെക്കൻഡ് ട്രെയിനിലാണ് വന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ ക്ലാൻബാറിസ് സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിനിൽ ഞങ്ങൾ കയറിയിട്ട് ആദ്യം നമ്മൾ കാണുന്നത് ഒരു റിവറും അതുകൂട്ട് തന്നെ ഒരു വാട്ടർഫാളുമാണ്. ഇത് പാസ് ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഓരോ ട്രെയിൻ, അടുത്ത ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ട്രെയിൻ വരുമ്പം നമ്മളെ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ട് ഈ ട്രെയിൻ പോയതിന് ശേഷം മാത്രമേ നമ്മളെ കടത്തി വിടത്തുള്ളൂ. ഭയങ്കര മനോഹരമായിട്ട് കാഴ്ച. കാരണം നിങ്ങളൊന്ന് സങ്കല്പിച്ച്, മൊത്തവും ഇങ്ങനെ ഫോഗ് കിടക്കുകയാണ്. അവിടെ ഒരു കൊച്ചൊരുറുമ്പ് പോലത്തെ ട്രെയിൻ മഞ്ഞിലൂടെ ഇങ്ങനെ വരുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടർഫുൾ വ്യൂ ആണ്. കണ്ട, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാട്ടാൻ വേണ്ടി. ഇറ്റ്സ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാലാബോർ സ്റ്റേഷനിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ പോകുന്ന ഹിബാറിസ് സ്റ്റേഷനിലാണ്. ഹിബാറിസ് സ്റ്റേഷനിൽ നമ്മൾ ഹിബ്രോൺ ചപ്പൽ എന്നും പേരുണ്ട്. ഇത് ഏകദേശം 1833 കുറേ പാവപ്പെട്ട ഫാമിലീസ് ജോയിൻ ചെയ്ത് അവർ കുറച്ച് മണിയൊക്കെ റേസ് ചെയ്തിട്ട് അവിടെ ഒരു ചപ്പലുണ്ടാക്കി. എന്നിട്ട് അവിടെ അവരുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു നടന്നത്. അതിനുശേഷം നമ്മളെത്തുന്ന ഹാഫ് വേ സ്റ്റേഷനിലാണ്. ഇവിടാണ് മിക്ക സ്റ്റീം എഞ്ചിനിലോടുന്ന ട്രെയിൻസ് അവിടെ നിർത്തിയിട്ട് വാട്ടർ ഫില്ല് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ പുള്ളി തന്ന ഡീറ്റെയിൽസാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഇതിനുശേഷം നമ്മൾ എത്തുന്നത് സമ്മിറ്റ് ഹാവോർഡ് എറേ സ്റ്റേഷനിലാണ്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ മണ്ടക്കോട്ട് കിടക്കുമ്പോൾ അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്മളോട് പറയും, ഇത്ര മണിക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഞങ്ങൾ ഏകദേശം അവിടെ 12 മണിയായപ്പോൾ എത്തി. പുള്ളി എനിക്ക് തോന്നുന്നു 1 മണി ആണെന്ന് തോന്നുന്നു പറഞ്ഞ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. 1 മണിയാകുമ്പോൾ നിങ്ങൾ തിരിച്ചു വരണം. തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വെയിറ്റ് ചെയ്ത് അവരങ്ങനെ നിൽക്കാറില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ആ സമയത്ത് വന്ന് നമ്മൾ നടന്നു പോകേണ്ടി വരും. നമ്മൾ നടന്നു പോകുന്ന ട്രക്കിങ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞങ്ങൾ ഈ ട്രെയിനിൽ വന്നപ്പം കണ്ട്. പക്ഷേ ഒരു പ്രശ്നം പറയാൻ 4 hours ഓഫ് ജേർണിയാണ്. പക്ഷേ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു ഹോൾഡ് അങ്ങനെ കളയാൻ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രെയിൻ എടുത്താണ് പോയത്. നമ്മുടെ മേഘങ്ങളെയൊക്കെ തൊട്ടടുത്ത് കണ്ടൊരു ഫീലായിരുന്നു. ഒരു ഭയങ്കര കണ്ണിനും മനസ്സിനും ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് ചെയ്തത്. കാരണം ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി. അപ്പം ഭയങ്കര ഒരു വണ്ടർഫുൾ വ്യൂ ആണ്. ആർക്കെങ്കിലും ഒക്കെ വെയിൽസിൽ പോകാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും പോകണം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം 45 പൗണ്ട്സ് ആണ്. അത് അത്ര എനിക്കൊരു വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങളുടെ ട്രെയിനിൽ ഞങ്ങൾ ട്രെയിനിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ സെയിം വേ കൂടെ, നമ്മൾ വന്ന സെയിം വേ കൂടെ ആയിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ഷീപ്സിനെയൊക്കെ കണ്ടു. പിന്നെ നമുക്ക് അതിനകത്ത് കുറേ മനോഹരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. നിങ്ങളിവിടെ കണ്ടില്ലേ, ട്രെയിൻസ് അടുത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം എല്ലാവരും വേറെ ഏതോ ലോകത്താണ്. നല്ല രസമായിരുന്നു.
അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളതാണ്. കാരണം ഞങ്ങൾ വിശന്ന് ആകെപ്പാടെ അങ്ങ് കച്ചറയായി പോയെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ആകെ അങ്ങ് വലഞ്ഞു പോയി. പിന്നെ എനിക്ക് പറയണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ അത്. ഇത് നമ്മൾ വന്നിറങ്ങിയ ട്രെയിനാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഡീറ്റെയിൽസ് ഏത് ഇയറിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ബിൽഡ് ചെയ്തത് ഏത് ഇയറിലാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളത്തിറങ്ങുമ്പോൾ അവിടുത്തെ ഷോപ്പിൽ അവിടുത്തെ ഒരു ഫാമിലി സ്റ്റോണിൽ മേക്ക് ചെയ്ത ക്രാഫ്റ്റാണ്. ഭയങ്കര രസമാണ് കാണാനത്. അതിനുശേഷം നമ്മൾ വെളിയിൽ വന്ന് ആഹാരത്തിനുള്ള കാര്യങ്ങൾ നോക്കി. ഞങ്ങൾ ഇവിടുന്ന് ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെയാണ് മേടിച്ചത്. പക്ഷെ ഒരു കാശിനും കൊള്ളില്ലായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു മൗണ്ടൻ കാണാൻ പോയി. എനിക്ക് അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയി. അവിടെ നമുക്കൊരു ഹോട്ട് ടബ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ആദ്യം തന്നെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനും കൊച്ചുവനും കൂടെ ആദ്യം ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മുടെ ആതിര ചേച്ചിയും മോളും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിനകത്ത് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. Two hearts, one journey, passport pages, open skies, carry-ons and crazy laughs, chasing days that feel alive. അങ്ങനെ ഞങ്ങൾ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്തു അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങളുടെ വെയിൽസിൽ. അപ്പം എന്താണ്, ഞങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.